ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ SSCയുടെയും റെയിൽവേയുടെയും ഒക്കെ എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻട്രൽ സ്കീംസ് പഠിക്കാൻ പോവാണ്. ഓക്കെ, സെൻട്രൽ സ്കീംസാണ് നമ്മൾ പഠിക്കുന്നത്. 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകളാണ് പഠിക്കുന്നത്. നമുക്കറിയാം നല്ല രീതിക്ക് സ്കീംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സ്കീംസ് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ്, ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് വുഡ് സർട്ടിഫിക്കേഷൻ സ്കീം. ശ്രദ്ധിച്ചേ, ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് വുഡ് സർട്ടിഫിക്കേഷൻ സ്കീം, ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്കീം. അപ്പോൾ ആ സ്കീം നമുക്കറിയാം അല്ലേ, സ്കീമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക? എപ്പോഴാണ് സ്കീം ലോഞ്ച് ചെയ്തത്? ആരാണ് സ്കീം ലോഞ്ച് ചെയ്തത്? ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ സ്കീം വരുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ എയിം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്? മെയിനായിട്ട് സ്കീമിൽ പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം, ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് നോക്കാം. ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. ലോഞ്ച് ചെയ്തത് ആരാണ്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ചെയ്തപ്പോഴാണ് 2023 അല്ലേ. 2023 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്തിനാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സ്കീമിൻ്റെ ഉദ്ദേശം എന്ന് നോക്കാം. ഈ സ്കീമിൻ്റെ എയിം നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് അഗ്രോ ഫോറസ്ട്രി ഇൻ ദ കൺട്രി. ശ്രദ്ധിച്ച്, നമ്മുടെ രാജ്യത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്കീം? ടു പ്രൊമോട്ട് അല്ലേ, പ്രൊമോട്ട് ചെയ്യാണ്. എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലേ, സുസ്ഥിര വികസനം. നമ്മുടെ കറക്റ്റായിട്ടുള്ള ഫോറസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അഗ്രോ ഫോറസ്ട്രി അല്ലേ, അഗ്രികൾച്ചറും ഫോറസ്ട്രിയും കൂടെയുള്ള കമ്പൈനേഷൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത്? അഗ്രോ ഫോറസ്ട്രി. അപ്പോൾ അഗ്രോ ഫോറസ്ട്രി ഇൻ ദ കൺട്രി, അഗ്രോ ഫോറസ്ട്രി പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് സ്കീം തുടങ്ങിയിരിക്കുന്നത്? ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് വുഡ് സർട്ടിഫിക്കേഷൻ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച്, ഈ സ്കീം ആരാ ലോഞ്ച് ചെയ്തിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എയിം എന്താണ്? ഫോറസ്റ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അഗ്രോ ഫോറസ്ട്രിയും രണ്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ് എന്ത്? എയിമായിട്ട് വരുന്നത്. ഇനി അടുത്ത സ്കീം നോക്കാം. അടുത്ത സ്കീം ഇതാണ്, പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. നമുക്ക് നല്ല പരിചയമുള്ള സ്കീമാണല്ലേ. ശ്രദ്ധിച്ചേ, പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അല്ലേ, നല്ല പരിചയമുള്ള സ്കീമാണ്. ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ, ഏത് മിനിസ്ട്രി ആണെന്ന്? മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ലോഞ്ച് ചെയ്ത ഡേറ്റ് എപ്പോഴാണ്? 2020. 2020 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എയിം എന്തായിരുന്നു നോക്കൂ? ടു പ്രൊവൈഡ് 5 കിലോ അല്ലെങ്കിൽ 5 kg ഫ്രീ ഫുഡ് ഗ്രെയിൻസ് ടു എലിജിബിൾ ബെനിഫിഷ്യറീസ് അല്ലേ. എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് കൊടുക്കുന്നത്? 5 കിലോ ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുക എന്നതായിരുന്നു എന്ത്? എയിം. ഇനി അതെന്ത് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മിനിസ്ട്രി? 5 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. നമ്മുടെ മിനിസ്ട്രി എന്ത് ചെയ്തിരിക്കുകയാണ്? 5 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്ന് നോക്കൂ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലോഞ്ച് ചെയ്ത ഡേറ്റ് 2020. എയിം എന്താണ്? ടു പ്രൊവൈഡ് 5 kg ഫ്രീ ഫുഡ് ഗ്രെയിൻസ് അല്ലേ. എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് 5 കിലോ ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നതാണ് എയിം. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക എപ്പോൾ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തിൽ പഠിക്കേണ്ടത്? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ പഠിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. MSE ഗിഫ്റ്റ് സ്കീം അല്ലേ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഗിഫ്റ്റ് സ്കീമാണ്. ആരാ ലോഞ്ച് ചെയ്തിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. MSME അതായത് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ മിനിസ്റ്റർ ആരാണ്? നാരായൺ റാണയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്,
ഈ സ്കീമിൽ 3 സബ് സ്കീമുകളുണ്ട്. ഈ സ്കീമിൽ എന്തുണ്ട്? 3 സബ് സ്കീമുകളുണ്ട്. ആ സബ് സ്കീമുകൾ ഏതിലാണ് വരുന്നത്? അത് വരുന്നത് റാമ്പിൻ്റെ അണ്ടറിലാണ്. റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പ്രൊഡക്ടിവിറ്റി അല്ലേ? MSMEയുടെ പ്രൊഡക്ടിവിറ്റി പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? ഈ 3 സബ് സ്കീമുകൾ വരുന്നത്. ഇനി 3 സബ് സ്കീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സബ് സ്കീമാണ് MSME ഗിഫ്റ്റ് സ്കീം അല്ലേ? MSME ഗിഫ്റ്റ് സ്കീം എന്തിനു വേണ്ടിയിട്ടാണ്? MSME ഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ് ഫോർ ട്രാൻസ്ഫോർമേഷൻ സ്കീം വിൽ ഹെൽപ്പ് MSME ടു അഡോപ്റ്റ് ഗ്രീൻ ടെക്നോളജി. ഗ്രീൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണ് ഏത്? MSME ഗിഫ്റ്റ് സ്കീം. ഇനി അടുത്ത സ്കീം നോക്കാം നമുക്ക്. അടുത്തത് MSE സ്പൈസ് സ്കീമാണ്. അതിലെന്താണ് വരുന്നത്? MSE സ്കീം ഫോർ പ്രൊമോഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സർക്കുലാർ എക്കണോമി. സർക്കുലാർ എക്കണോമിയുടെ പ്രൊമോഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് എന്ത്? MSE സ്പൈസ് സ്കീം വരുന്നത്. ഇനി അടുത്തത് MSE സ്കീം ഓൺ ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു അഡ്രസ് ഡിലേഡ് പേയ്മെൻറ്റ്സ് അല്ലേ? ഡിലേഡ് പേയ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? MSE സ്കീം ഓൺ ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഗിഫ്റ്റ് സ്കീം ആരാണ് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് ലോഞ്ച് ചെയ്തത്. ഈ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ മിനിസ്റ്ററാണ് നാരായൺ റാണെ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന സ്കീമാണിത്. ഈ സ്കീം 3 അതായത് ഗിഫ്റ്റ് സ്കീമിന് 3 സബ് സ്കീമുകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് ശ്രേഷ്ഠ സ്കീം അല്ലേ? ശ്രേഷ്ഠ സ്കീമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രേഷ്ഠ സ്കീമിൽ എന്തൊക്കെയാണ് വരുന്നത്? ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് അല്ലേ? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ് ശ്രേഷ്ഠ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. എയിം എന്താണ്? ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു SC സ്റ്റുഡൻസ് അല്ലേ? SC സ്റ്റുഡൻസിന്, അതായത് ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാനും വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് എന്ത്? ശ്രേഷ്ഠ സ്കീം. ഇനി ശ്രേഷ്ഠ സ്കീമിൻ്റെ ഫുൾ ഫോം നോക്കാം. സ്കീം ഫോർ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അല്ലേ? ടാർഗറ്റഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള ഏരിയാസിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്ത് തുടങ്ങുകയാണ്? റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് എന്ത്? ശ്രേഷ്ഠ സ്കീം. അപ്പോൾ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എയിം എന്താണ്? ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു SC സ്റ്റുഡൻസ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇസ് പ്രൊജക്റ്റ് ഉദ്ഭവ്. പ്രൊജക്റ്റ് ഉദ്ഭവ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണ്? രാജ്നാഥ് സിംഗ് അല്ലേ? രാജ്നാഥ് സിംഗ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് അല്ലേ? രാജ്നാഥ് സിംഗ് വരുന്നത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആണ്. ഇനി ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ആർമി ആൻഡ് USI. USI എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ആർമിയും USIയും കൂടെയാണ്. എയിം എന്താണ്? ടു പ്രൊമോട്ട് ഇൻഡിജീനിയസ് മിലിറ്ററി നോളേജ് ബൈ മെർജിങ് ഏൻഷ്യൻ സ്ട്രാറ്റജിക് നോളേജ് വിത്ത് മോഡേൺ മിലിറ്ററി പ്രാക്ടീസ്. അതായത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അവർ പ്രൊമോട്ട് ചെയ്യാണ് അല്ലേ? മിലിറ്ററി നോളേജ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതിന് 2 കാര്യങ്ങൾ അവർ മേർജ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഏൻഷ്യൻ സ്ട്രാറ്റജിക് നോളേജ് അല്ലേ? പഴയ കാലത്തുള്ള സ്ട്രാറ്റജിക് നോളേജും പുതിയ മോഡേൺ മിലിറ്ററി പ്രാക്ടീസും രണ്ടും കൂടെ മേർജ് ചെയ്തിട്ട് മിലിറ്ററി നോളേജ് കൂട്ടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി തുടങ്ങിയ സ്കീമാണ് എന്ത്? പ്രൊജക്റ്റ് ഉദ്ഭവ്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ USI ആണ്, യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് സ്വാമിത്വ. സ്വാമിത്വ എന്ന് പറയുന്നത് സർവേ ഓഫ് വില്ലേജ് അബാദി ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ് സ്കീം. ശ്രദ്ധിച്ചേ, സ്വാമിത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവേ ഓഫ് വില്ലേജ് അബാദി ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ് സ്കീം.
ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ഇനി എയിം നോക്കാം. എയിം എന്താണ്? ടു പ്രൊവൈഡ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് റൈറ്റ്സ് ടു ഇൻഡിവിജ്വൽസ് റിസൈഡിങ് ഇൻ വില്ലേജ് ഏരിയാസ്. വില്ലേജ് ഏരിയാസിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വില്ലേജ് ഏരിയാസിൽ റിസൈഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് അവർ കൊടുക്കുന്നത്? പ്രോപ്പർട്ടി ഓണർഷിപ്പ് റൈറ്റ്സ് കൊടുക്കുകയാണ് അല്ലേ. നമ്മൾ വില്ലേജ് ഏരിയാസിൽ റിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വില്ലേജ് ഏരിയാസിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രോപ്പർട്ടി ഓണർഷിപ്പ് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഉദ്ദേശം? സ്വാമിത്വ സ്കീമിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ശ്രദ്ധിക്കുക, അതൊരു അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. ഈ സ്വാമിത്വ എന്ന് പറയുന്ന സ്കീം ഒരു അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് അവാർഡിൻ്റെ പേര്? നാഷണൽ അവാർഡ് ഫോർ ഇ ഗവേണൻസ് 2023. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്വാമിത്വ സ്കീമാണ് എന്ത് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്? നാഷണൽ അവാർഡ് ഫോർ ഇ ഗവേണൻസ് 2023. അപ്പോൾ സ്വാമിത്വയിൽ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? സ്വാമിത്വ എന്ന് പറയുന്നത് സർവേ ഓഫ് വില്ലേജ് അബാദി ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയ സ്കീമാണ്. ഇത് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആണ്. എയിം എന്താണ്? നമ്മുടെ വില്ലേജ് ഏരിയാസിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രോപ്പർട്ടി ഓണർഷിപ്പ് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്താണ് അവാർഡ്? നാഷണൽ അവാർഡ് ഫോർ ഇ ഗവേണൻസ് 2023. അടുത്ത നോക്കാം. ന്യായ സവേര സ്കീം അല്ലേ. ന്യായ സവേര സ്കീം എന്നാണ് അടുത്തത്. ന്യായ സവേര ഓർ ഫ്രീ കോച്ചിങ് ആൻഡ് അലൈഡ് സ്കീം അല്ലേ. ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് അല്ലേ. സ്മൃതി ഇറാനിയുടെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ആണ് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. എയിം എന്താണ്? ടു അസിസ്റ്റ് സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു ദ 6 നോട്ടിഫൈഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. അതായത് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. 6 മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ ഇവിടെ പറയുന്നുണ്ട്. ആ 6 കമ്മ്യൂണിറ്റീസിലെയും സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് കമ്മ്യൂണിറ്റീസ് നോക്കൂ. സിഖ് ഉണ്ട്, ജെയിൻ, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, പാർസി. ഇങ്ങനെ 6 കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ന്യായ സവേര സ്കീം എന്ന് പറഞ്ഞു. അതിൻ്റെ വേറൊരു പേരാണ് എന്ത്? ഫ്രീ കോച്ചിങ് ആൻഡ് അലൈഡ് സ്കീം. ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ആരാണ്? മൈനോറിറ്റി അഫയേഴ്സ് അല്ലേ. നമ്മുടെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്, സ്മൃതി ഇറാനിയുടെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ആണ് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ എന്താണ് എയിം ചെയ്തിരിക്കുന്നത്? അസിസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. കുട്ടികളെ അസിസ്റ്റ് ചെയ്യുകയാണ്, സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യുകയാണ്. 6 നോട്ടിഫൈഡ് മൈനോറിറ്റീസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യുകയാണ്. ഈ 6 കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സിഖ്, ജെയിൻ, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ് ആൻഡ് പാർസി. ഇത്രയും കമ്മ്യൂണിറ്റിയിൽ വരുന്ന സ്റ്റുഡൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്കീം നോക്കാം. നമ്മുടെ അടുത്ത സ്കീമാണ് അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന അല്ലേ. ശ്രദ്ധിച്ച്, അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന അല്ലേ. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു അൺഎംപ്ലോയ്മെൻറ്റ് സ്കീമാണ് അല്ലേ. ഇതൊരു അൺഎംപ്ലോയ്മെൻറ്റ് സ്കീമാണ്. അപ്പോൾ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്ന് പറയുന്നത് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സ്കീമാണ്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? 2018 അല്ലേ. ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2018. അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആണ് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. എയിം എന്താണ്? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ജോബ്ലെസ് പീപ്പിൾ. നമുക്കറിയാം അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് തുടങ്ങിയിരിക്കുന്നത്? അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2 വർഷത്തേക്കും കൂടി ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2024 വരെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നാണ് ഈ സ്കീമിൻ്റെ പേര്. ഇതെന്ത് സ്കീമാണ്? അൺഎംപ്ലോയ്മെൻറ്റ് സ്കീമാണ്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? 2018. ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. എയിം എന്താണ്? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ജോബ്ലെസ് പീപ്പിൾ അല്ലേ. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയാണ് എന്ത്? ഈ സ്കീമിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇതിനെ
2024 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്കീം നോക്കാം. നമ്മുടെ അടുത്ത സ്കീമാണ് ജൽ ജീവൻ മിഷൻ. നമുക്കറിയുന്ന സ്കീമാണ് അല്ലേ ജൽ ജീവൻ മിഷൻ. എപ്പോഴാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? 15th August 2019 എന്ത് ചെയ്തിരിക്കുന്നത്? ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ജൽ ശക്തിയാണ് അല്ലേ. മിനിസ്ട്രി ഓഫ് ജൽ ശക്തിയാണ് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. എയിം എന്താണ്? 2024 കൂടെ ടു പ്രൊവൈഡ് സേഫ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ് അല്ലേ. റൂറൽ പീപ്പിൾസിന് അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് സേഫ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ അല്ലേ, സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക അല്ലേ, സേഫ് ആയിട്ടുള്ള കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എയിം. ഏത് വർഷത്തോടു കൂടിയാണ്? 2024 കൂടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ജൽ ജീവൻ മിഷൻ്റെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ജൽ ശക്തി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ജൽ ജീവൻ മിഷനിൽ എന്തൊക്കെ പറഞ്ഞു? ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2019 പറഞ്ഞു. മിനിസ്ട്രി ഏതാണ്? മിനിസ്ട്രി ഓഫ് ജൽ ശക്തിയാണ്. എയിം എന്താണ്? 2024 കൂടെ എല്ലാവർക്കും സേഫ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്